വെൽക്കം എവരി വൺ. 10th ഫിസിക്സിന്റെ ചാപ്റ്റർ 1 സൗണ്ട് വേവ്സ് എന്ന ടോപ്പിക്കിന്റെ പാർട്ട് 1 ക്ലാസ് ആണ് ഇന്ന്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് മെയിൻ ആയിട്ടും ഒന്ന് രണ്ട് ഐഡിയ നിങ്ങൾക്ക് ക്ലിയർ ആക്കി തരാനാണ്. ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് സൗണ്ട് വേവ്സ്, ആ കോൺസെപ്റ്റിലേക്കൊക്കെ നമ്മൾ ഈ ചാപ്റ്റർ പോകെ വരികയുള്ളൂ. ചാപ്റ്റർ ഏകദേശം ഒരു പകുതി ആവുമ്പോഴാണ് സൗണ്ട് വേവ് ഈ കോൺസെപ്റ്റിലേക്ക് എത്തുക. അത് നമുക്ക് അന്നേരം ഡിസ്കസ് ചെയ്താൽ മതി. നമുക്ക് ഇതിന്റെ തുടക്കം വളരെ അത്യാവശ്യമുള്ള ഒന്ന് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, എന്താണ് പീരിയോഡിക് മോഷൻ, എന്താണ് ഓസിലേറ്ററി മോഷൻ, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ടേം. ഈ 3 ടോപ്പിക്കാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ നിങ്ങളുടെ നോട്ട്ബുക്ക് എടുക്കുക, അതിൽ ചാപ്റ്റർ 1 സൗണ്ട് വേവ്സ് എന്ന ഹെഡിങ് കൊടുക്കുക. എന്നിട്ട് അതിന്റെ താഴെ പീരിയോഡിക് മോഷൻ, നമ്മുടെ ചാപ്റ്റർ 1ന്റെ ഫസ്റ്റ് ടോപ്പിക് ആണ് പീരിയോഡിക് മോഷൻ. പീരിയോഡിക് മോഷൻ. ഓക്കെ, ഈ മോഷൻ എന്നുള്ള ഒരു വാക്കേ, മോഷൻ എന്നുള്ള വേർഡ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. 9th മോഷൻ നിങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്, ചലനമാണ് അല്ലെ. എന്താണ് ഈ പീരിയോഡിക് എന്ന വാക്ക്? എന്താണ് പീരിയോഡിക്? പീരിയഡ് എന്ന വാക്ക് നിങ്ങൾ എവിടെ ലൈഫിൽ കേട്ടേക്കുന്നത്? സ്കൂളിൽ കേട്ടിട്ടുണ്ടല്ലോ അല്ലെ. എവിടെയും കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സ്കൂളിൽ പീരീഡ് കേട്ടിട്ടുണ്ടല്ലോ. എന്താണ് ഈ സ്കൂളിലെ പീരീഡിന്റെ പ്രത്യേകത? എന്താ? സ്കൂളിൽ ഒരു ക്ലാസ് എന്ന് പറയുന്ന, ഒരു പീരീഡ് എന്ന് പറയുന്നത് ഫിക്സഡ് ടൈം ആണ്, ശരിയല്ലേ? എന്നിട്ട് ആ പീരീഡ് കഴിഞ്ഞിട്ട് എന്താ സംഭവിക്കുന്നത്? വീണ്ടും എന്ത് ചെയ്യും? അടുത്ത ടീച്ചർ വരും, നെക്സ്റ്റ് പീരീഡ് സ്റ്റാർട്ട് ചെയ്യും. ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ അല്ലെ. അതാണ് പീരീഡ്. ഇവിടെ അത് തന്നെയാണ് കേട്ടോ. നമ്മുടെ ലൈഫിൽ അല്ലെങ്കിൽ നമ്മുടെ ഈ നേച്ചറിൽ ചില മോഷനുകൾ നമ്മൾ പീരിയോഡിക് മോഷൻ ആയിട്ട് കാണപ്പെടാറുണ്ട്. അതായത് സ്കൂളിൽ പീരീഡ് എങ്ങനെയാണോ റിപ്പീറ്റ് ചെയ്യുന്നത്, അതുപോലെ റിപ്പീറ്റ് ചെയ്യുന്ന ഒരു ഈക്വൽ ടൈം ഇന്റർവെല്ലിൽ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്ന മോഷനെയാണ് എന്തെന്ന് പറയുന്നത്? പീരിയോഡിക് മോഷൻ എന്ന് പറയുന്നത്. അപ്പൊ ആദ്യം നിങ്ങൾ എഴുതേണ്ടത്, എക്സാമ്പിൾ ഞാൻ പറയാം, അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലാരിറ്റി വരും. ആദ്യം നിങ്ങൾ എന്താണ് പീരിയോഡിക് മോഷൻ എന്ന് നിങ്ങളുടെ നോട്ടിൽ എഴുതാം. പീരിയോഡിക് മോഷൻ എന്ന് പറഞ്ഞാൽ എ മോഷൻ വിച്ച് റിപ്പീറ്റ് അറ്റ് റെഗുലർ ഇന്റർവൽ. ഇത് എക്സാമിന് പീരിയോഡിക് മോഷൻ എന്താണെന്ന് ചോദിക്കൊന്നുമില്ല, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവണ പോലെ എഴുതിയാൽ മതി കേട്ടോ. മോഷൻ റിപ്പീറ്റ് അറ്റ് റെഗുലർ ഇന്റർവൽ. റിപ്പീറ്റ് അറ്റ് റെഗുലർ ഇന്റർവൽ ഓഫ് ടൈം. കൃത്യമായ ടൈം ഇന്റർവെല്ലിൽ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്ന മോഷൻ നമ്മൾ വിളിക്കുന്ന പേരാണ് പീരിയോഡിക് മോഷൻ. ഓക്കെ, അപ്പൊ എന്താണ് പീരിയോഡിക് മോഷൻ നമുക്ക് മനസ്സിലായി. ഞാൻ ഒന്ന് രണ്ട് പീരിയോഡിക് മോഷൻ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്ക്രീനിൽ ഞാൻ ഒന്ന് രണ്ട് പീരിയോഡിക് മോഷൻ കാണിച്ചു തരാം. എവിടെ ശ്രദ്ധിച്ചേ? കണ്ടോ? നിങ്ങൾ അവിടെ കാണുന്ന ഒരു പീരിയോഡിക് മോഷൻ ആണത് അല്ലെ. അതെന്തായിരിക്കും? പ്ലാനറ്റ് എർത്തിനെ റിവോൾവ് ചെയ്യുന്ന അങ്ങനെയല്ലേ അല്ലെ, ഒരു ഫിക്സഡ് ടൈമിലാണല്ലോ. ഇപ്പൊ നമ്മൾ ആണെങ്കിൽ അറിയാലോ, 1 ഇയർ എന്ന് പറഞ്ഞാൽ ഇത്ര ഡേയ്സ് കൂടുമ്പോഴാണ് 1 ഇയർ വരിക. അത് ഓരോ പ്ലാനറ്റിനും ഡിഫറെന്റ് ആണ്. ഓരോ പ്ലാനറ്റിനും, നമ്മളിപ്പോ എർത്തിൽ ജീവിക്കുന്നതുകൊണ്ട് 365 ദിവസങ്ങൾ പിന്നിടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? 1 ഡേ ആയി എന്ന് പറയും അല്ലെ. സോറി, 1 ഇയർ ആയി എന്ന് പറയും. ഇതുപോലെ ആയിരിക്കില്ല ജൂപ്പിറ്ററിൽ. ഓരോ പ്ലാനറ്റിനും ഓരോ പീരീഡ് ആണ്. ഓക്കെ, അതാണ് അവിടുത്തെ പീരീഡ് അല്ലെ. ഇതെന്ത് ഇവിടെ പീരീഡിന്റെ ശരിക്കും ഐഡിയ എന്തായിരിക്കും? പ്ലാനറ്റിന്റെ കേസിൽ ഒരു തവണ കറങ്ങി വരാൻ എടുക്കുന്ന ടൈം. എന്നാൽ തൊട്ടപ്പുറത്ത് നോക്കി, പെൻഡുലമാണ് അല്ലെ. അതും ഒരു പീരിയോഡിക് മോഷൻ അല്ലെ. നിങ്ങൾ നോക്കി, ഒരു ഫിക്സഡ് ടൈം ഇന്റർവെല്ലിൽ വീണ്ടും റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുമല്ലേ, അതും പീരിയോഡിക് മോഷനാണ്. അപ്പൊ ഇവിടെ നമ്മൾ കണ്ട ഈ സർക്കുലർ മോഷൻ പീരിയോഡിക് മോഷൻ ആണ്. ആ കാണുന്ന മോഷൻ, അതിനൊരു പേരുണ്ട്, അതാണ് ഓസിലേറ്ററി മോഷൻ എന്ന് പറയുന്നത്. നമ്മുടെ അടുത്ത ടോപ്പിക് അതാണ്, ഓസിലേറ്ററി മോഷൻ കേട്ടോ. അത് മൈൻഡിൽ ഇരുന്നോട്ടെ. ഇപ്പൊ 2 എക്സാമ്പിൾ വേണമെങ്കിൽ എഴുതി വെച്ചോ. ഇതും എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇമ്പോർട്ടന്റ് ഒന്നും അല്ല, ജസ്റ്റ് നമ്മുടെ കോൺസെപ്റ്റിന്റെ ഒരു ഇൻട്രോ അത്രേ ഉള്ളൂ കേട്ടോ. അപ്പൊ ആദ്യം എന്ത് ചെയ്യുക? പീരിയോഡിക് മോഷൻ ആദ്യത്തെ എക്സാമ്പിൾ ആയിട്ട് എഴുതുക, റെവല്യൂഷൻ ഓഫ് പ്ലാനറ്റ്. റെവല്യൂഷൻ ഓഫ് പ്ലാനറ്റ്. ഇനി രണ്ടാമത്തെ എക്സാമ്പിൾ, ഇത് നിങ്ങൾ എവിടെയായിരിക്കും നിങ്ങളുടെ ലൈഫിൽ കണ്ടിട്ടുണ്ടാവുക? ഈ രണ്ടാമത്തെ എക്സാമ്പിൾ നിങ്ങൾക്ക് ഓർമ്മ കിട്ടുന്നുണ്ട്? ഇത് എവിടെയാ കാണുക? നമ്മൾ ക്ലോക്കിന്റെ പെൻഡുലം അല്ലെ. ക്ലോക്കിന്റെ പെൻഡുലം അല്ലെങ്കിൽ ഊഞ്ഞാല് അല്ലെ. ഊഞ്ഞാലില് നമ്മൾ ഇങ്ങനെ ആട്ടില്ലേ, അതൊക്കെ ഇതിനെ സ്വിങ് എന്ന് പറയും കേട്ടോ. അപ്പൊ അതിലേതെങ്കിലും ഒരു എക്സാമ്പിൾ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. മോഷൻ ഓഫ് പെൻഡുലം, സ്വിങ്ങിങ് ഓഫ് പെൻഡുലം, എങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല കേട്ടോ. മോഷൻ ഓഫ് പെൻഡുലം എന്നോ സ്വിങ്ങിങ് ഓഫ് പെൻഡുലം എന്നോ എങ്ങനെ വേണമെങ്കിൽ കൊടുത്തോ. സ്വിങ്ങിങ് ഓഫ് പെൻഡുലം. ഇത്രയാണ് പീരിയോഡിക് മോഷൻ. അടുത്ത് നമ്മുടെ മെയിൻ ടോപ്പിക് ആണ്. ഇത് ജസ്റ്റ് ഒരു ഇൻട്രോ ആയിട്ട് ഞാൻ പറഞ്ഞതാണ്. ഞാൻ 1-2 തവണ പറഞ്ഞ പോലെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇതിന് ഇമ്പോർട്ടൻസ് ഇല്ല, ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മാത്രം മതി. ഇനി രണ്ടാമത്തെ ടൈപ്പ് ഓഫ് മോഷനെയാണ് നമ്മൾ ഓസിലേറ്ററി മോഷൻ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങളുടെ നോട്ടിൽ നിങ്ങൾ അടുത്ത ഹെഡിങ് കൊടുക്കുക, ഓസിലേറ്ററി മോഷൻ. ഓസിലേറ്ററി മോഷൻ. എന്താണ് ഓസിലേറ്ററി മോഷൻ? ഞാൻ നേരത്തെ പറഞ്ഞ പോലെയാണ്, ഈ ആദ്യത്തെ മോഷനും പീരിയോഡിക് ആണ്, രണ്ടാമത്തെ മോഷനും പീരിയോഡിക് ആണ് അല്ലെ. പക്ഷെ രണ്ടാമത്തെ മോഷൻ ഒരു പ്രത്യേകതയുണ്ട്, അതൊരു ടു ആൻഡ് ഫ്രോ മോഷൻ ആണെന്ന് പറയാം. ടു ആൻഡ് ഫ്രോ എന്ന് പറഞ്ഞാൽ എന്താ? മുന്നോട്ടും
പുറകോട്ടും, ഇങ്ങനെ മുന്നോട്ട് പുറകോട്ട് എന്ന് നിൽക്കുക. നിങ്ങൾ രണ്ടാമത്തെ നോക്കണം കേട്ടോ, സെക്കൻഡ് വൺ. ഇതിനെ വിളിക്കുന്ന പേരാണ് ഓസിലേറ്ററി മോഷൻ എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾ ആണ് സ്വിംഗിങ് ഓഫ് പെൻഡുലം. പെൻഡുലം സ്വിംഗ് ചെയ്യുന്നത് ഒരു ടു ആൻഡ് ഫ്രോ മോഷൻ ആണ്. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വൈബ്രേഷൻ ഒക്കെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യുന്നതൊക്കെ എന്തായിരിക്കും, ഒരു ടു ആൻഡ് ഫ്രോ മോഷൻ ആയിരിക്കും കേട്ടോ. ഇപ്പൊ സ്വിംഗിങ് ഓഫ് അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഒരു ബോൾ ഇങ്ങനെ സസ്പെൻഡ് ചെയ്ത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ബോൾ ഇങ്ങനെ സസ്പെൻഡ് ചെയ്തിട്ട് നമ്മളിങ്ങനെ ലീവ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, ഇതൊരു ടു ആൻഡ് ഫ്രോ മോഷൻ ആയിരിക്കും. എന്തെങ്കിലും ഇങ്ങനെ കെട്ടി തൂക്കിയിട്ട് ഇങ്ങനെ നമ്മളിങ്ങനെ സ്വിംഗ് ചെയ്യാൻ വിട്ടു കഴിഞ്ഞാൽ ഇതൊക്കെ ടു ആൻഡ് ഫ്രോ മോഷൻ ആണ്. ഇതെല്ലാം ഏത് ടൈപ്പിൽ വരുന്നതാണ്, ഓസിലേറ്ററി മോഷനിൽ വരുന്നതാണ്. അപ്പൊ അടുത്ത ഹെഡിങ് നിങ്ങൾ കൊടുക്കേണ്ടത് ഓസിലേറ്ററി മോഷൻ. എന്താണ് ഓസിലേറ്ററി മോഷൻ? അപ്പൊ ഓസിലേറ്ററി മോഷൻ പീരിയോഡിക് ആണ് ഫസ്റ്റ് ഓഫ് ഓൾ. അതിന്റെ കൂടെ ഒരു ടു ആൻഡ് ഫ്രോ മോഷൻ ആണ്. അപ്പൊ നിങ്ങൾ എഴുതുമ്പോ പീരിയോഡിക് മോഷൻ in which an object moves to and fro. Object moves to and fro. ടു ആൻഡ് ഫ്രോ എന്ന് പറഞ്ഞാൽ മുമ്പോട്ടും പുറകോട്ടും. അറിയില്ലെങ്കിൽ അവിടെ നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടും. അതാണ് അതിന്റെ കോൺസെപ്റ്റ്. അപ്പൊ ടു ആൻഡ് ഫ്രോ, മുന്നോട്ടും പുറകോട്ടും ഇങ്ങനെ മൂവ് ചെയ്യുന്ന കൈൻഡ് ഓഫ് പീരിയോഡിക് മോഷൻ നമ്മൾ വിളിക്കുന്ന സ്പെഷ്യൽ നെയിം ആണ് എന്ത്, ഓസിലേറ്ററി മോഷൻ എന്ന് പറയും. ഇനി നമുക്ക് നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാനുള്ള ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ടേംസ് ആണ്, റിലേറ്റഡ് ടേംസ്. ഓസിലേറ്ററി മോഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള കുറച്ച് ടേമുകൾ, റിലേറ്റഡ് ടേംസ്. അതിൽ ആദ്യത്തെ ടേമാണ് ഇക്വിലിബ്രിയം പൊസിഷൻ. ഇക്വിലിബ്രിയം പൊസിഷൻ. എന്താണ് ഇക്വിലിബ്രിയം പൊസിഷൻ? ഓക്കെ, ഇക്വിലിബ്രിയം പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു ഓസിലേഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഒരു പെൻഡുലം നമ്മൾ എടുക്കാം, അതിന്റെ ഓസിലേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന എവിടെ നിന്നായിരിക്കും, ഇവിടെ നിന്നായിരിക്കില്ലേ അല്ലെ? ഈ പൊസിഷനെ വിളിക്കുന്ന പേരാണ് ഇക്വിലിബ്രിയം പൊസിഷൻ. അതായത് നമ്മളിങ്ങനെ വലിച്ചിട്ട് ഇങ്ങനെ ആട്ടി കഴിഞ്ഞാൽ ഇവിടെ നിന്നായിരിക്കും സ്റ്റാർട്ട് ചെയ്യുക. ഇതല്ലാണ്ട് നമ്മളിങ്ങനെ ഒരു ഫോഴ്സ് കൊടുക്കാണ്ട് നോർമലി ഒരു ഓസിലേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന പൊസിഷൻ ഇതായിരിക്കുമല്ലോ ഫ്രീ സ്റ്റേറ്റിൽ. ഇതിനെ വിളിക്കുന്ന പേരാണ് ഇക്വിലിബ്രിയം പൊസിഷൻ. ഇതൊക്കെ ഒന്ന് അറിഞ്ഞിരുന്നാൽ മാത്രം മതി കേട്ടോ. ഇക്വിലിബ്രിയം പൊസിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഫ്രീ സ്റ്റേറ്റിൽ ഓസിലേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോഴുള്ള ഇനീഷ്യൽ പൊസിഷൻ എന്ന് എഴുതിയാലും മതി, നോ പ്രോബ്ലം. മറ്റേ ഇംഗ്ലീഷും മലയാളം മിക്സ് ചെയ്ത് എഴുതിയാലും നോ പ്രോബ്ലം, മനസ്സിലാക്കിയാൽ മതി കേട്ടോ. ഫ്രീ സ്റ്റേറ്റ് അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ ഇനീഷ്യൽ പൊസിഷൻ ഓഫ് സ്വിംഗ് വെൻ ഇറ്റ് സ്റ്റാർട്ട് ഓസിലേറ്റിംഗ് ഫ്രം ഫ്രീ സ്റ്റേറ്റ്. ഇനീഷ്യൽ പൊസിഷൻ ഓഫ് സ്വിംഗ് when it start oscillation from free state. When it start oscillation from free state. അതായത് ഫ്രീ സ്റ്റേറ്റില് ഓസിലേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോഴുള്ള ഇനീഷ്യൽ പൊസിഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഇക്വിലിബ്രിയം പൊസിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ വേണമെങ്കിൽ ഒരു ഫിഗർ വരച്ചൊരു ക്ലാരിറ്റി വരുത്തിയാൽ നല്ലതാ. ഓക്കെ, ഒരു പെൻഡുലം ഇങ്ങനെ മൂവ് ചെയ്യുന്നതായിട്ട് കാണിക്കുക. ഒരു ബോൾ ഇങ്ങനെ സസ്പെൻഡ് ചെയ്ത് ഇങ്ങനെ കാണിച്ചാലും മതി. ഒരു ബോൾ ഇങ്ങനെ സസ്പെൻഡ് ചെയ്തേക്കുന്നു, എന്നിട്ട് അതിനകത്തേക്ക് അതിങ്ങനെ ഇത് ചെയ്യാണല്ലോ, സ്വിങ് ചെയ്യുവാണല്ലോ. അപ്പോൾ ഇവിടെ നമുക്ക് ഡോട്ടർ ലൈൻ കാണിക്കാം. പെർമനന്റ് ഫിക്സഡ് പൊസിഷൻ അല്ലല്ലോ, ഇങ്ങനെ സ്വിങ് ചെയ്തുകൊണ്ടിരിക്കുക എന്ന് കാണിക്കാൻ വേണമെങ്കിൽ ഡോട്ടർ ലൈന് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. നമുക്ക് മുന്നോട്ടും ആവശ്യമുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾ തൽക്കാലം ഇതിനെ ഇക്വിലിബ്രിയം പൊസിഷൻ O എന്ന് കൊടുക്കും, O. അതുപോലെ ഈ പൊസിഷന് A എന്ന് കൊടുക്കും. നെക്സ്റ്റ് ഈ പൊസിഷന് B എന്ന് കൊടുക്കാം. B. O A B. ഇതിനകത്ത് ഏതാണ് ഇക്വിലിബ്രിയം പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഈ പൊസിഷനെയാണ് എന്തെന്ന് പറയുന്നത്, ഇക്വിലിബ്രിയം പൊസിഷൻ. ഇക്വിലിബ്രിയം പൊസിഷൻ. ഓരോ കാര്യത്തിലും ക്ലാരിറ്റി വരുത്തി വേണം മുന്നോട്ട് പോകാനായിട്ടാ, അല്ലെങ്കിൽ ഇനി പോകെ പഠിപ്പിക്കുന്നത് മനസ്സിലാവില്ല. ഓക്കെ ആണല്ലോ. അപ്പൊ ഇതാണ് ഇക്വിലിബ്രിയം. അതായത് ഒരു ഫ്രീ സ്റ്റേറ്റിൽ ഒരു ബോഡി ഓസിലേറ്റ് ചെയ്യാൻ തുടങ്ങുന്ന പോയിന്റ് ആണ്, അല്ലെങ്കിൽ തുടങ്ങുന്ന പൊസിഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇക്വിലിബ്രിയം പൊസിഷൻ. ഇനി അടുത്തൊരു വാക്ക് നമ്മൾ പഠിക്കാൻ പോവാണ്, നെക്സ്റ്റ് വാക്ക്. അപ്പൊ ഫസ്റ്റ് വാക്ക് ഇക്വിലിബ്രിയം പൊസിഷൻ ആയിരുന്നു. രണ്ടാമത് ഓസിലേഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു വാക്കാണ് ആംപ്ലിറ്റ്യൂഡ്. ആംപ്ലിറ്റ്യൂഡ്. എന്താണ് ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ അത് ഇവിടെ നിന്ന് തന്നെ നമുക്ക് പറയാം. അതായത് ഇക്വിലിബ്രിയം പൊസിഷൻ ഇതാണല്ലോ, ഇവിടെ നിന്ന് അതിന് പോകാൻ പറ്റുന്ന മാക്സിമം ഡിസ്റ്റൻസ് ഉണ്ടല്ലോ. അതായത് നമ്മളിങ്ങനെ സ്വിങ് ചെയ്ത് കഴിയുമ്പോൾ ഇതിന് പോകാൻ പറ്റുന്ന പരമാവധി ഡിസ്റ്റൻസ് എത്രയാ, മാക്സിമം ഡിസ്റ്റൻസ് ഇത് ഇവിടം വരെയല്ലേ, നോക്കി ഇത് ഇവിടം വരെയല്ലേ ഇതിന് പോകാൻ പറ്റുള്ളൂ അല്ലെ. ഈ ഡിസ്പ്ലേസ്മെന്റിനെ വിളിക്കുന്ന പേരാണ്
ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ എഴുതുമ്പോ എന്താണ്? മാക്സിമം ഡിസ്പ്ലേസ്മെന്റ്. ഇതിന് എത്ര ദൂരം പോകാൻ പറ്റും? മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് ഫ്രം ഇക്വിലിബ്രിയം പൊസിഷൻ. ഇക്വിലിബ്രിയം പൊസിഷനെ മീൻ പൊസിഷൻ എന്നും പറയാറുണ്ട് കേട്ടോ. മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് ഫ്രം ഇക്വിലിബ്രിയം പൊസിഷനോ മീൻ പൊസിഷനോ കൊടുക്കുക, ഏതായാലും കുഴപ്പമില്ല. ഇക്വിലിബ്രിയം പൊസിഷൻ, ഇക്വിലിബ്രിയം പൊസിഷൻ. എന്നിട്ട് നമ്മൾ ആ സൈഡിൽ മാർക്ക് ചെയ്ത് വെച്ചാൽ നല്ലതാണ്. ഒ എന്നോ അല്ലെ, ഒയിൽ നിന്ന് എ വരെയുള്ള ഡിസ്റ്റൻസ് ആണല്ലോ, ഒ എന്ന് മാർക്ക് ചെയ്താൽ നല്ലതാണ്, കുറച്ചുകൂടി ക്ലാരിറ്റി വരുത്താൻ. ഒ എ, ദിസ് ഈസ് നോൺ ആസ് ആംപ്ലിറ്റ്യൂഡ്. ഓക്കെ, ഇനി ഇതിന് എസ് ഐ യൂണിറ്റ് ഉണ്ട്. നമ്മൾ ആംപ്ലിറ്റ്യൂഡിനെ പറയുന്ന യൂണിറ്റ് എസ് ഐ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് യൂണിറ്റ്. ഇത് ലെങ്ത് ആണല്ലോ, അതുകൊണ്ട് തന്നെ ആംപ്ലിറ്റ്യൂഡിനെ നമ്മൾ മീറ്ററിലാണ് പറയാം അല്ലെ. ഒരാൾ എത്ര ദൂരം പോയി എന്ന് പറയണമെങ്കിൽ നമ്മൾ മീറ്ററിലാണ്. അതുകൊണ്ട് ആംപ്ലിറ്റ്യൂഡിന്റെ എസ് ഐ യൂണിറ്റ് മീറ്ററിലാണ്. ഇനി അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ്, എന്താണ് ഒരു ഓസിലേഷൻ എന്ന് പറയുന്നത്? വാട്ട് ഈസ് വൺ ഓസിലേഷൻ? ശരിക്കും മനസ്സിലാക്കേണ്ടതാണ് ഒരു ഓസിലേഷൻ എന്താന്നുള്ളത്. ഓക്കെ, നമുക്ക് ഇവിടെ നോക്കാം. അതായത് ഒരു ബോഡി ഓസിലേഷൻ സ്റ്റാർട്ട് ചെയ്യാണ്. ഇത് ഇവിടെ നിന്നാണല്ലോ, ഇവിടെ നിന്ന് എടുക്കുന്ന ഓസിലേഷൻ സ്റ്റാർട്ട് ചെയ്തോട്ടെ കേട്ടോ. ഇവൻ സ്റ്റാർട്ട് ചെയ്തിട്ട് എന്താ സംഭവിക്കുക? ഇത് ഇവിടെ ശ്രദ്ധിച്ചോളൂ കേട്ടോ. ഓസിലേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇവന്റെ അപ്പുറത്തെ എൻഡി പോവും അല്ലെ, ലെഫ്റ്റ് എൻഡി പോവും, തിരിച്ചു വരും. ഓക്കെ, ഈ വരവിലുണ്ടല്ലോ ഓസിലേഷൻ ഒരെണ്ണം കംപ്ലീറ്റ് ആയിട്ടില്ല. ഇത് കംപ്ലീറ്റ് ആവണമെങ്കിൽ എന്ത് ചെയ്യണം എന്നറിയോ? ഇവൻ പോയ ഡിറക്ഷൻ അങ്ങോട്ടല്ലേ അല്ലെ, ഇവൻ അങ്ങോട്ടല്ലേ പോയത്, അതേ ഡിറക്ഷനിൽ ഇവൻ തിരിച്ചെത്തണം. അപ്പൊ എപ്പോഴായിരിക്കും? ഇത് ഇവിടെ നിന്ന് പോണവൻ അങ്ങോട്ട് പോയി തിരിച്ചു വന്ന് ഇവിടെ എത്തിയപ്പോ ഇവൻ ഇങ്ങോട്ട് പോകുന്നതാണ് അല്ലെ, ഇങ്ങോട്ടാണ് പോകുന്നത്, അങ്ങോട്ട് പോട്ടെ, അങ്ങോട്ട് പോയി തിരിച്ച് ഇവിടെ എത്തുമ്പോഴാണ് എന്ത് ചെയ്യുള്ളൂ? ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ആവുള്ളൂ കേട്ടോ. ഇത് ഈ ഇക്വിലിബ്രിയം പൊസിഷനിൽ തുടങ്ങുമ്പോഴാണ്. എക്സ്ട്രീം എൻഡിൽ തുടങ്ങുകയാണെങ്കിൽ നമുക്ക് സിമ്പിളാ. ഇവിടെ നോക്കി, ഇവിടെ നിന്നാണ് തുടങ്ങുന്നതെങ്കിൽ എക്സ്ട്രീം എൻഡിൽ നിന്നാണ് തുടങ്ങുന്നത്, നമുക്ക് ഈസി ആയിട്ട് പറയാം ഒരു ഓസിലേഷൻ എപ്പോഴാണ് കംപ്ലീറ്റ് ആവുക? ഇത് അവിടെ പോയിട്ട് ഇവിടെ തിരിച്ചു വരുമ്പോൾ അല്ലെ. അപ്പുറത്തെ എൻഡ് എടുത്താലും അങ്ങനെ തന്നെ, അപ്പുറത്തെ എൻഡിൽ നിന്നാണെങ്കിലും നമുക്കറിയാം അവിടെ വരെ പോയിട്ട് തിരിച്ചിവിടെ എത്തുമ്പോൾ ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ആയി. ഇവിടെ കുഴപ്പമില്ല. പക്ഷെ ഈ മീൻ പൊസിഷനിൽ നിന്ന് എടുക്കുമ്പോൾ ശ്രദ്ധിച്ചോളണം, മീൻ പൊസിഷനിൽ നിന്ന് ഒരു ഓസിലേഷൻ കംപ്ലീറ്റ്, അതാണ് ഓസിലേഷന്റെ ഡെഫിനിഷൻ കൊടുത്താൽ മതി. എങ്ങനെയാണോ പോയത്, ഈ ഡയറക്ഷനിലല്ലേ അവൻ പോകുന്നത്, അതേ ഡിറക്ഷനിലായിരിക്കണം അവൻ തിരിച്ചെത്തേണ്ടത്. അപ്പൊ അവിടെ നിന്നാണെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ട് അയക്കുകയാണെന്ന് വിചാരിച്ചോ, ഇവിടെ നിന്ന് ഇങ്ങോട്ട് അയക്കുകയാണെങ്കിൽ ഇവിടെ എത്തുമ്പോൾ ഇവൻ തിരിച്ച് ഇതേ ഡിറക്ഷനിലാണോ വന്ന് നിൽക്കണം, ഇങ്ങോട്ട് പോകാൻ വേണ്ടി നിൽക്കുകയാണല്ലോ. പക്ഷേ ഇവിടെ എന്താ കുഴപ്പം നോക്കി, ഇക്വിലിബ്രിയം പൊസിഷനിൽ നിന്നാവുമ്പോൾ നമ്മൾ ഇവനെ ഇവിടുന്ന് ഇങ്ങോട്ട് അയച്ചിട്ട് തിരിച്ചു വരുമ്പോ ഇവൻ ഇങ്ങോട്ട് പോകാൻ നിൽക്കുക, അങ്ങോട്ട് പോകാനല്ല ഇങ്ങോട്ട് പോകാനാ നിൽക്കണേ. ഇങ്ങോട്ട് പോയിക്കോട്ടെ, ഇങ്ങോട്ട് പോയി വീണ്ടും തിരിച്ച് ഇവിടെ വരുമ്പോഴാണ് എന്ത് ചെയ്യുള്ളൂ? ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ആയി നമ്മൾ പറയുള്ളൂ കേട്ടോ. അപ്പൊ ശ്രദ്ധിച്ചോളണം, ഇക്വിലിബ്രിയം പൊസിഷനിൽ നിന്നും അതൊരു ക്വസ്റ്റ്യൻ ആയിട്ട് തന്നെ നമ്മുടെ ടെക്സ്റ്റ് ചോദിച്ചിട്ടുണ്ട്, എന്താണ് ഡിഫറൻസ് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇവിടെ നിന്നാണെങ്കിൽ ഇത് എവിടെ ശ്രദ്ധിച്ചോട്ടോ, ഞാനൊരു ഡയഗ്രാം വരയ്ക്കാം. ഇതാ ഓക്കെ, ഇതാണ് ഒരു പെൻഡുലം എന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പൊ ഈ പെൻഡുലം ഇങ്ങനെ നമ്മൾ ഇത് ചെയ്യാണല്ലോ, പെൻഡുലം നമ്മൾ കറക്കുന്ന സമയം ഇങ്ങനെ പോകുന്ന സമയത്ത് ഇവിടം വരെ പോയിട്ട് ഇവൻ തിരിച്ചെത്തിയിട്ട് വീണ്ടും അങ്ങോട്ട് പോയിട്ട് തിരിച്ചെത്തുമ്പോഴാണ് എന്ത് ചെയ്യുള്ളൂ? ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ആയി നമ്മൾ പറയുള്ളൂ, മീൻ പൊസിഷനിൽ നിന്നാണെങ്കിൽ കേട്ടോ. അപ്പോ വൺ ഓസിലേഷൻ. അപ്പൊ എന്താ വൺ ഓസിലേഷൻ എന്നുള്ളത് കൃത്യ ഐഡിയ കൊടുക്കണം. എന്താണ് വൺ ഓസിലേഷൻ എന്ന് പറഞ്ഞാൽ? ഒരു ഓസിലേഷൻ എപ്പോഴാണ് കംപ്ലീറ്റ് ചെയ്യുക? വെൻ ബോഡി വൺ ഓസിലേഷൻ ഈസ് കംപ്ലീറ്റഡ്. ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ആകുന്നത്, വൺ ഓസിലേഷൻ ഈസ് കംപ്ലീറ്റഡ് വെൻ ബോഡി, ഓസിലേഷന് വിധേയമായ ബോഡി റിട്ടേൺസ് ടു ഇറ്റ്സ് ഇനീഷ്യൽ പൊസിഷൻ, റിട്ടേൺസ് ടു ഇറ്റ്സ് ഇനീഷ്യൽ പൊസിഷൻ. അതിന്റെ സ്റ്റാർട്ടിംഗ് പൊസിഷനിൽ തന്നെ ബോഡി തിരിച്ചെത്തുമ്പോഴാണ്. എന്നാ അങ്ങനെ ചുമ്മാ തിരിച്ചെത്തിയാൽ മാത്രം മതിയോ? പോരാ, അത് സെയിം ഡിറക്ഷനിൽ തിരിച്ചെത്തണം. അതാണ് ഇമ്പോർട്ടന്റ് കേട്ടോ. ഇൻ സെയിം ഡിറക്ഷൻ, ഇൻ സെയിം ഡിറക്ഷൻ വിച്ച് ഇറ്റ് സ്റ്റാർട്ടഡ്, വിച്ച് ഇറ്റ് സ്റ്റാർട്ടഡ്. സ്റ്റാർട്ട് ചെയ്ത അതേ ഡിറക്ഷനിൽ തിരിച്ചെത്തണം. ഓക്കെ, ഈ ഐഡിയ കിട്ടിയോ നിങ്ങൾക്ക്? ഈ കോൺസെപ്റ്റ് കിട്ടിയോ എന്നറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് രണ്ട് ആക്ടിവിറ്റി ചെയ്യാൻ പറ്റും. നമ്മൾ ടെക്സ്റ്റ് ഉള്ളതാണ്. ഒരു ആക്ടിവിറ്റി ഞാൻ കാണിച്ചു തരാം. ആക്ടിവിറ്റി 2 നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. നിങ്ങളുടെ മെറ്റീരിയലിലുള്ള ആക്ടിവിറ്റി 2 ഞാൻ ബോർഡിൽ ഷെയർ ചെയ്യാം. ടെക്സ്റ്റിലെ ക്വസ്റ്റ്യൻ ആണ്, ഇത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. സ്റ്റാർട്ടിങ് ഫ്രം ഒ ആണേ. ഓക്കെ, സ്റ്റാർട്ടിങ് ഫ്രം ഒ, അതാ ഓപ്ഷൻ ക്ലിയർ ആണല്ലോ. സ്റ്റാർട്ടിങ് ഫ്രം ഒയിൽ എപ്പോഴാണ് ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ആവുക എന്നാണ് ഇതിലെ ക്വസ്റ്റ്യൻ.
ഓക്കെ, നിങ്ങൾക്ക് ഇങ്ങനെ ക്വസ്റ്റ്യൻ വരുമ്പോൾ വേണമെങ്കിൽ ഇവിടെ വെച്ച് പോസ് ചെയ്യാം, എന്നിട്ട് തന്നെ ചെയ്തിട്ട് ആൻസർ കണ്ടാലും മതി. അതാണ് കൂടുതൽ എഫക്റ്റീവ് കേട്ടോ. ഞാൻ പറയുന്നത് ഡയറക്റ്റ് കേൾക്കാണ്ട് വീഡിയോ പോസ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, തന്നെ ചെയ്തിട്ട് ഞാൻ പറയുന്നതാണോ ക്ലിയർ ആണെന്ന്, അപ്പോഴാണ് നമുക്ക് കോൺഫിഡൻസ് വരുള്ളൂ. ഓക്കെ, അപ്പൊ ശ്രദ്ധിച്ചോളാം കേട്ടോ. അപ്പൊ ഓയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ബോഡിയാണ് അല്ലെ. ഓയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ബോഡി എപ്പോഴാ ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ആവുക? നമ്മൾ പഠിച്ചതനുസരിച്ച് ഓയിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ അവൻ ഇങ്ങോട്ടാണല്ലോ പോണേ, അവൻ ഇങ്ങോട്ട് പോയിട്ട് തിരിച്ചിവിടെ എത്തും അല്ലെ. ഈ ഓയിലേക്ക് എത്തുമ്പോൾ അവൻ അങ്ങോട്ട് പോയി, എന്നിട്ട് തിരിച്ച് ഇങ്ങോട്ട് വരുവാണ്, തിരിച്ച് ഇവിടെ എത്തിയിട്ട് ഇപ്പൊ ഇങ്ങോട്ടേ വന്ന് നിൽക്കണേ അല്ലെ. അപ്പൊ ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ആയെന്ന് ഇവിടെ പറയരുത്. എന്ത് ചെയ്യണം? ബിയിലേക്ക് അവൻ പൊക്കോട്ടെ, ബിയിലേക്ക് പോയിട്ട് വീണ്ടും തിരിച്ച് ഓയിലേക്ക് വന്ന് തിരിച്ച് റിട്ടേൺ ചെയ്യുമ്പോഴാണ് ഇവൻ അതേ ഡയറക്ഷനിൽ വന്ന് നിൽക്കുള്ളൂ. അപ്പോഴാണ്. അപ്പോൾ ഓയിൽ നിന്ന് എയിലെത്തി, എയിൽ നിന്ന് ഓയിലെത്തി, ഓയിൽ നിന്ന് വീണ്ടും ബിയിലെത്തിയിട്ട് ഓയിൽ എത്തുമ്പോഴാണ് ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ആവും. O A O B O കണ്ടോ, ഫോർത്ത് വൺ ആണ് കറക്റ്റ്. ഇത് കാണാപ്പടം പിടിക്കരുത് കേട്ടോ. O A ഒയാ പോകുന്നൊന്നും കാണാപ്പടം പിടിച്ച് വെച്ചേക്കരുത്, കാരണം ഇതിനകത്ത് ലെറ്റർ മാറി കഴിഞ്ഞാൽ ആൻസർ മാറിപ്പോകും. ശ്രദ്ധിച്ചോളാം കേട്ടോ. O A O B O ഇപ്പോഴാണ് ഒരു ഓസിലേഷൻ കംപ്ലീറ്റ്. ഇനി ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന പറഞ്ഞാൽ എയിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ അതാണ് നിങ്ങളുടെ ആക്ടിവിറ്റി 3. എയിൽ നിന്നാണ് ഈ ആക്ടിവിറ്റിയിൽ ഓസിലേഷൻ സ്റ്റാർട്ട് ചെയ്തതെങ്കിൽ എപ്പോഴാണ് വൺ ഓസിലേഷൻ കംപ്ലീറ്റ് ആവുക? ഇതെവിടെ നോക്കിക്കോ. ഓക്കെ, ഇപ്പൊ ഇതിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് എയിൽ നിന്നാണ് വിചാരിച്ചോ. എയിൽ നിന്നാണെങ്കിൽ നമുക്ക് സിമ്പിൾ ആണ് പറയാൻ. ഓ വരുമ്പോഴാണ് ഒന്ന് ശ്രദ്ധിക്കുക, ഇക്വിലിബ്രിയം പൊസിഷൻ വരുമ്പോഴാണ് ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമുള്ളൂ. നിങ്ങളുടെ ആക്ടിവിറ്റി 3 ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ പോസ്റ്റ് ചെയ്ത് വെച്ചിട്ട് ആൻസർ എഴുതിയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. ശ്രദ്ധിച്ചോളൂ. ഓക്കെ, എയിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് വിചാരിച്ചോ. എയിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ ആദ്യം എയിൽ നിന്ന് അവൻ അങ്ങോട്ട് പോവും, ശരിയല്ലേ. എന്നിട്ട് ഓയിൽ എത്തിയിട്ട് അവൻ അങ്ങോട്ട് പോവും, പിന്നെ ബിയിലെത്തും, ബിയിൽ നിന്ന് തിരിച്ചു വരും, ഓയിലേക്ക് വരും, ഓയിൽ നിന്ന് വീണ്ടും എയിലേക്ക് വന്നിട്ട് അവൻ തിരിച്ചിങ്ങോട്ട് പോകല്ലേ, സെയിം ഡയറക്ഷനിൽ തിരിച്ചെത്തില്ലേ. നോക്കി, തുടങ്ങിയ ഡയറക്ഷനിൽ തന്നെ അവൻ തിരിച്ചെത്തിയില്ലോ, അതേ സ്ഥലത്ത് തുടങ്ങിയ സ്ഥലത്ത്. അപ്പൊ എയിൽ നിന്ന് തുടങ്ങി ഓയിലെത്തി, ബിയിലെത്തി, വീണ്ടും ഓയിലെത്തി, എയിലെത്തുമ്പോൾ നമ്മൾ എന്ത് പറയും? ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ആയി എന്ന് പറയും. ഇതാണ് ഓസിലേഷന്റെ കോൺസെപ്റ്റ്. ഓക്കെ, വൺ ഓസിലേഷൻ എന്താണെന്ന് ശരിക്കും മനസ്സിലാക്കുക. ഇനി നെക്സ്റ്റ് വൺ, അടുത്തത് നമ്മൾ പഠിക്കേണ്ട ഒരു വാക്കാണ് പീരിയഡ്. അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടേം ആണ് പീരിയഡ് എന്ന് പറയും, ചിലപ്പോൾ ടൈം പീരിയഡ് എന്ന് പറയും, എല്ലാം ഒരേ അർത്ഥമാണ്. പീരിയഡ്, ഇറ്റ് ഈസ് റെപ്രസെന്റഡ് ബൈ ദ ലെറ്റർ ടി. ടി വെച്ചിട്ടാണ് നമ്മൾ അതിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. എന്താ പീരിയഡ് എന്ന് പറയോ? നമ്മൾ ടൈം ആണെന്ന് ആദ്യം മനസ്സിലാക്കുക. ടി എന്ന് കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ. പീരിയഡ് എന്ന് പറഞ്ഞാൽ ടൈം ആണ്. എന്തിനു വേണ്ടിയിട്ടുള്ള ടൈം ആണെന്നറിയോ? ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്യാനുള്ള സമയം. ഒരു ഓസിലേഷൻ തുടങ്ങി തീരാൻ എടുക്കുന്ന ടൈമാണ് ടൈം പീരീഡ് എന്ന് പറയുന്നത്. അതിനാണ് വൺ ഓസിലേഷൻ എന്താണെന്ന് ആദ്യം പഠിക്കണം എന്ന് പറഞ്ഞാൽ കേട്ടോ. കണക്റ്റഡ് ആണ്, അവിടെ പഠിച്ചാലാണ് ഇത് കിട്ടുള്ളൂ. അതായത് ഒരു ഓസിലേഷൻ ഇപ്പൊ നടക്കുന്നതാണെങ്കിൽ ഒരു ഓസിലേഷൻ തുടങ്ങി തീരുന്ന ടൈം, ഇതാണല്ലോ തീരുന്ന ടൈം അല്ലെ. ഇവിടെ നിന്ന് തുടങ്ങിയ ആള് തിരിച്ച് അതേ ഡയറക്ഷനിൽ നിൽക്കണമെങ്കിൽ ഇവിടെ നിൽക്കണം അല്ലെ. അപ്പോഴാണ് ഒരു ഓസിലേഷൻ. ആ ടൈമിനെയാണ് ടൈം പീരീഡ് എന്ന് പറയുന്നത് കേട്ടോ. ഇറ്റ് ഈസ് ദ ടൈം റിക്വയർഡ് ടു കംപ്ലീറ്റ് വൺ ഓസിലേഷൻ. ടൈം റിക്വയർഡ് ടു കംപ്ലീറ്റ് വൺ ഓസിലേഷൻ. ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന ടൈം. കംപ്ലീറ്റ് വൺ ഓസിലേഷൻ. അതെങ്ങനെ? ഇക്വേഷൻ എങ്ങനെയാണെന്നറിയോ? ഇക്വേഷൻ ശ്രദ്ധിച്ചോളൂ കേട്ടോ. ടൈം പീരീഡ് കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത്, ടൈം പീരീഡ് ടി കാണാൻ വേണ്ടി നമ്മൾ ആദ്യം ടോട്ടൽ ടൈം അല്ലെ, എന്തായാലും ടൈമാണ്. അപ്പൊ ടോട്ടൽ ടൈമിനെ വേണം മുകളിൽ എഴുതാൻ. അങ്ങനെ ഓർത്താൽ മതി കേട്ടോ. ടൈം പീരീഡ് ആയതുകൊണ്ട് ടോട്ടൽ ടൈമിനെ മുകളിൽ എഴുതിയിട്ട് ഡിവൈഡഡ് ബൈ, ചിലപ്പോൾ ഓസിലേഷൻ ഒരെണ്ണായിരിക്കില്ല, 10 എണ്ണായിരിക്കും. അങ്ങനെയാണെങ്കിൽ ആ 10 ഡിവൈഡ് ചെയ്ത് കൊടുക്കണ്ടേ, നല്ല ഒരു ഓസിലേഷന്റെ ടൈം കാണാൻ പറ്റുള്ളൂ. അപ്പൊ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഓസിലേഷൻ. ടോട്ടൽ ടൈം, ടൈം റിക്വയർഡ് ടു കംപ്ലീറ്റ് വൺ ഓസിലേഷൻ ആണ്. therefore t is equal to total time divided by number of oscillation. മനസ്സിലാക്കുക കേട്ടോ. ഇതിന്റെ SI യൂണിറ്റ് വരുന്നത് ടൈം ആയതുകൊണ്ട് തന്നെ ഇതിന്റെ SI യൂണിറ്റ് സെക്കൻഡ് ആണ്. SI യൂണിറ്റ് സെക്കൻഡ്. ടൈമിന് നമ്മൾ സെക്കൻഡിലല്ല പറയാം. ഓക്കെ, മനസ്സിലാക്കുക കേട്ടോ. അപ്പൊ ഇതിൽ നിങ്ങൾക്ക് ക്ലാരിറ്റി ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരു ആക്ടിവിറ്റി ചെയ്യാം. ആക്ടിവിറ്റി 4 നിങ്ങൾക്ക് ചെയ്തു നോക്കാവുന്നതാണ്. If time taken to complete 30 oscillation, അല്ലെ, ഒരു മിനിറ്റ് taken to complete 30 oscillation, how long it does to complete one oscillation. കണ്ടോ, ഇവിടെ ടൈം പീരീഡ് കാണാൻ അവർ ഡയറക്റ്റ് പറഞ്ഞില്ല, ഇൻഡയറക്റ്റ് ആയിട്ടാണ് പറഞ്ഞത്. ഫിസിക്സിലൊക്കെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കണം, ചിലപ്പോൾ ഇൻഡയറക്റ്റ് ആയിട്ട് കാര്യങ്ങൾ
ക്വസ്റ്റ്യനിൽ പറയും. കണ്ടോ, ഹൗ ലോങ് എന്ന് പറഞ്ഞാൽ എന്താ? ഹൗ ലോങ് ഐ ഹാവ് ബീൻ വെയിറ്റിംഗ് ഫോർ യു എന്ന് പറഞ്ഞാൽ എന്താ? സമയമല്ലേ, എത്ര നേരമായി അല്ലെ? അത് ഡിസ്റ്റൻസ് ആയിട്ടും പറയാറുണ്ട്, എത്ര ദൂരം ഉണ്ട്, ഹൗ ലോങ് ബിറ്റ്വീൻ എന്നൊക്കെ പറഞ്ഞാൽ അവിടെ ഡിസ്റ്റൻസ് പറയാറുണ്ട് അല്ലെ. ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താ? ഒരു ഓസിലേഷന് ഹൗ ലോങ്, എത്ര നേരം എടുത്തു, അതിന് നമ്മൾ എന്താ ഡിഫൈൻ ചെയ്ത് വെച്ചേക്കുന്നത്? ടൈം പീരിയഡ്. കണ്ടോ, കോൺസെപ്റ്റിൽ ക്ലാരിറ്റി ഇല്ലെങ്കിൽ നമുക്ക് ഇതൊന്നും ആൻസർ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ ഹൗ ലോങ് ഡസ് ഇറ്റ് ടേക്ക് ടു കംപ്ലീറ്റ് വൺ ഓസിലേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഓസിലേഷൻ തുടങ്ങി തീരാൻ എടുക്കുന്ന സമയമാണ്. അതിനെ വിളിക്കുന്നത് എന്താണ്? ടൈം പീരീഡ് എന്നാണ്. അപ്പൊ ടൈം പീരീഡ് കാണണം. ആദ്യം ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന സാധനങ്ങൾ എടുത്തെഴുതുക. ഈ തന്നിരിക്കുന്നത് ടോട്ടൽ ടൈം ആണ് അല്ലെ. പെൻഡുലം 30 ഓസിലേഷൻ ആണ്. കുറെ ഓസിലേഷൻ നടത്താൻ വേണ്ടിയിട്ടുള്ള എടുത്ത സമയം പറയുമ്പോൾ അത് ടോട്ടൽ ടൈം ആണ്. ഒരു ഓസിലേഷന് വേണ്ടിയിട്ട് എടുത്ത ടൈമാണ് ടൈം പീരീഡ്. അത് രണ്ടും മാറിപ്പോരുത് കേട്ടോ. ഒരു ഓസിലേഷന് വേണ്ടി എടുത്ത ടൈമാണ് ടൈം പീരീഡ്. കുറെ നമ്പർ ഓഫ് ഓസിലേഷൻ തരാണെങ്കിൽ നമ്മൾ അതിനെ ടോട്ടൽ ടൈം എന്നാണ് പറയുന്നത്. ഇവിടെ എത്രയുണ്ട്? 1 മിനിറ്റ് ആണ്. മിനിറ്റിലല്ല പ്രോബ്ലം ചെയ്യേണ്ടത്, ശ്രദ്ധിച്ചോളാം. സെക്കൻഡിലേക്ക് ആക്കിയിട്ട് വേണം ചെയ്യാൻ. അതിനാണ് SI യൂണിറ്റ് പഠിപ്പിച്ചത്. 60 സെക്കൻഡ്. നമ്പർ ഓഫ് ഓസിലേഷൻ ഹിയർ ഈസ് 30 നമ്പർ ഓഫ് ഓസിലേഷൻ. എന്താ ടൈം പീരീഡ് കാണാനുള്ള ഫോർമുല? ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ ടൈമിനെ നമ്പർ ഓഫ് ഓസിലേഷൻ വെച്ച് ഡിവൈഡ് ചെയ്യണം. ടോട്ടൽ ടൈം എത്രയാണ്? 60. എത്ര നമ്പർ ഓഫ് ഓസിലേഷൻ ആണ്? 30. ഒരു ഓസിലേഷൻ എത്ര സെക്കൻഡ് സമയം എടുത്തിട്ടുണ്ടാവും? 2 സെക്കൻഡ്. 2 സെക്കൻഡ് ടൈം എടുത്തിട്ടുണ്ടാവും. ശരിയല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിയേ അല്ലെ. ഒരു തവണ ഓടി വരാൻ എടുക്കുന്ന സമയം 2 സെക്കൻഡ് ആണെങ്കിൽ അയാൾ 30 തവണ ഓടി വരുമ്പോൾ എത്ര സെക്കൻഡ് സമയം എടുക്കും? 60 സെക്കൻഡ്. കറക്റ്റ് ആണ്. കണ്ടോ, തിരിച്ചാലോചിച്ചാലും കറക്റ്റ് ആണ്. അപ്പൊ ശരിക്കും മനസ്സിലാക്കി വെച്ചേക്കാട്ടോ. ഇനി നമ്മൾ അടുത്ത കോൺസെപ്റ്റ് പഠിക്കാനായിട്ട് പോവാണ്. അത് ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ് ഫ്രീക്വൻസി. ഫ്രീക്വൻസി അതിനെ റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ സ്മോൾ ലെറ്റർ F എന്നാണ്. ഫ്രീക്വൻസി എന്താണ്? ഫ്രീക്വൻസി എന്ന് പറയുന്നത്, നിങ്ങൾ ഫ്രീക്വന്റ് എന്ന് പറഞ്ഞാൽ ഇത് നമ്പറുമായിട്ട് റിലേറ്റഡ് ആണ്. നമ്പറും ടൈമുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വാക്കാണ് ഫ്രീക്വൻസി. ഇതിന് ബെസ്റ്റ് എക്സാമ്പിൾ, നമ്മൾ ഒരു ക്ലാസ്സിൽ ഒരു കുട്ടി ലേറ്റ് ആയിട്ട് വരികയാണ്. ആ കുട്ടി ഒരു 10 തവണ ലേറ്റ് ആയിട്ട് വന്നു. അതൊരു വർഷത്തിലാണെങ്കിൽ കുഴപ്പമില്ല, പക്ഷെ ഒരു മാസത്തിലാണെങ്കിൽ കുഴപ്പമാണല്ലോ അല്ലെ. അവൻ ഫ്രീക്വന്റ് ആയിട്ട് ലേറ്റ് ആയി വരിക നമ്മൾ പറയും ഫ്രീക്വന്റ്. ഫ്രീക്വന്റ് എന്ന വാക്ക് എപ്പോഴും നമ്പർ കണക്ട് ചെയ്ത് ഓർത്തോളണം. നമ്പർ ഡിവൈഡ് ബൈ ടൈം, അതാണ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ ഇതിന്റെ കോൺടെക്സ്റ്റിലേക്ക് വരുമ്പോൾ എന്താ ഫ്രീക്വൻസി എന്ന് പറയുന്നത്? നമ്പർ ഓഫ് ഓസിലേഷൻ ഇൻ 1 സെക്കൻഡ്. മറ്റേ നേരെ ഓപ്പോസിറ്റാ. അവിടെ എന്തായിരുന്നു? ഒരു ഓസിലേഷന് വേണ്ടി എടുത്ത സമയം. ഇതെന്താ? ഒരു സെക്കൻഡിലുള്ള ഓസിലേഷന്റെ എണ്ണം. അതാ പറഞ്ഞ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ടേമാണ്. നമ്പർ ഓഫ് ഓസിലേഷൻ ഇൻ 1 സെക്കൻഡ്. നമ്പർ ഓഫ് ഓസിലേഷൻ ഇൻ 1 സെക്കൻഡ്. ഒരു സെക്കൻഡിൽ എപ്പോഴും ഫ്രീക്വൻസി അതാണ്. പലപ്പോഴും ഇനി ഫിസിക്സ് ഫ്രീക്വൻസി നിങ്ങൾ ഡീൽ ചെയ്യുമ്പോൾ മനസ്സിലാക്കേണ്ടത് ആ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം. ഇപ്പൊ കറക്കാണെങ്കിൽ കറക്കം, ആടുന്നതാണെങ്കിൽ ആടുന്നത്, ചാടുന്നതാണെങ്കിൽ ചാടുന്നത്, എത്ര തവണ ഒരു സെക്കൻഡിൽ റിപ്പീറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഫ്രീക്വൻസി. ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഞാൻ അപ്പോ ഫ്രീക്വൻസി കാണണമെങ്കിൽ ഞാൻ വാച്ചിൽ അല്ലെ നമ്പർ ഓഫ് ഓസിലേഷൻ കൗണ്ട് ചെയ്യണം. ഒരു സെക്കൻഡിൽ എത്ര? ഇപ്പൊ ഞാനിപ്പോ നോക്കുവാണെങ്കിൽ കണ്ട ഒരു സെക്കൻഡ് ടൈമിൽ എത്ര ഓസിലേഷൻ ഞാനിപ്പോ കൗണ്ട് ചെയ്യുവാണെങ്കിൽ 10 സെക്കൻഡിൽ എന്തെങ്കിലും കുറെ ഓസിലേഷൻ ഉണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? അത് ഡിവൈഡ് ചെയ്ത് വേണം കണ്ടുപിടിക്കാൻ. എങ്ങനെ ഡിവൈഡ് ചെയ്യണം? ശ്രദ്ധിച്ചോ. നമ്പർ ഓഫ് ഓസിലേഷൻ കാണാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഫ്രീക്വൻസി കാണാൻ വേണ്ടിയിട്ട് F is equal to ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണെന്ന് ഓർത്താൽ മതി. ഒരു ഡിഫിക്കൽട്ടും ഇല്ല കേട്ടോ. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. നമ്പർ ഓഫ് ഓസിലേഷൻ ഡിവൈഡ് ബൈ ടോട്ടൽ ടൈം. ഫ്രീക്വൻസി കാണാൻ വേണ്ടിയിട്ട് നമ്പർ ഓഫ് ഓസിലേഷൻ ഡിവൈഡഡ് ബൈ ടൈം ടേക്കൺ. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഇവിടെ ആരെയാണ് ഡിവൈഡ് ചെയ്യുന്നത്? നമ്പറിനെയാണ് ഡിവൈഡ് ചെയ്യുന്നത്. ഫ്രീക്വൻസി നമ്പർ. ഇവിടെ ടൈം പീരീഡ് വന്നപ്പോ ആരെയായിരുന്നു ഡിവൈഡ് ചെയ്യേണ്ടേ? ടോട്ടൽ ടൈമിനെ. ഇത് മാറിപ്പോയി, ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയ പ്രശ്നം. ടൈം പീരീഡ് കാണാൻ നേരത്ത് നമ്മൾ ഡിവൈഡ് ചെയ്യേണ്ട ആരെയായിരിക്കണം? ടോട്ടൽ ടൈമിനെ ആയിരിക്കണം. എന്നാൽ ഫ്രീക്വൻസി കാണാൻ നേരത്ത് നമ്മൾ ആരെ വേണം ഡിവൈഡ് ചെയ്യാൻ? നമ്പർ ഓഫ് ഓസിലേഷൻ വേണം ഡിവൈഡ് ചെയ്യാൻ കേട്ടോ. അതുപോലെ ഈ ഇൻ 1 സെക്കൻഡ് എന്നൊക്കെ നിങ്ങൾ ഡെഫിനിഷൻ ഒക്കെ പഠിക്കുമ്പോഴേ ഇൻ 1 സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ഡിവൈഡ് ബൈ ടൈം ആണ് കേട്ടോ. പലപ്പോഴും കാണാറുള്ള ഒരു ടൈപ്പ് ഓഫ് അതല്ലേ. നിങ്ങൾ വെലോസിറ്റി ഒക്കെ പഠിക്കുന്നുണ്ടാവും, ആക്സലറേഷൻ ഒക്കെ പഠിക്കും. ഇൻ 1 സെക്കൻഡ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം താഴെ ബൈ ടൈം എന്നാണ് അതിന്റെ മീനിങ് ഫിസിക്സിൽ കേട്ടോ. ഓർത്തോളണം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ്. ഇനി അടുത്തത് ഇതിന്റെ യൂണിറ്റ് ആണ്. SI യൂണിറ്റ് ഇമ്പോർട്ടന്റ് ആണ്. എന്നാലാണ് ഒരു പ്രോബ്ലം കാണുമ്പോൾ തന്നിട്ടുള്ള സാധനങ്ങൾ നമുക്ക് തിരിയുള്ളൂ. ഇതിന്റെ SI യൂണിറ്റ് വരുന്നത് ഹെർട്സ് ആണ്. ഓക്കെ, ഹെഡ്സ് എന്നാണ്. H ക്യാപിറ്റൽ H സ്മോൾ ലെറ്റർ Z എന്നാണ് വായിക്കുക. HERTZ കേട്ടാ. HERTZ ഹെഡ്സ് എന്ന് എഴുതും. HZ എന്ന് എഴുതും. ഓക്കെ, ഇതാണ് ഇതിന്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഫ്രീക്വൻസി നമ്മൾ പറയുന്നത് അങ്ങനെയാണ്. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടൈം പറഞ്ഞ പോലെയാണ്. ഫ്രീക്വൻസി പറയുന്നത് ഇങ്ങനെയായിരിക്കും. 5 ഹെർട്സ്, 10 ഹെർട്സ്, ഇങ്ങനെയൊക്കെ ആയിരിക്കും നമ്മൾ ഫ്രീക്വൻസിനെ റെപ്രസെന്റ് ചെയ്യുക. ഓക്കെ, ഇത് നിങ്ങൾക്ക് തിരിഞ്ഞിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരു ആക്ടിവിറ്റി ചെയ്ത് നോക്കാവുന്നതാണ്.
ഇവിടെ ഒരു ഫ്രീക്വൻസി എന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ടില്ല. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ഫ്രീക്വൻസി എന്നുള്ള വാക്കല്ല ഡയറക്റ്റ് ഉപയോഗിച്ചേക്കുന്നത്. നോക്കി, ഫൈൻഡ് ദ നമ്പർ ഓഫ് ഓസിലേഷൻ ഇൻ 1 സെക്കൻഡ് എന്നാണ്. അപ്പൊ നമ്പർ ഓഫ് ഓസിലേഷൻ ഇൻ 1 സെക്കൻഡ് എന്ന് പറഞ്ഞാൽ എന്താന്നുള്ള ബോധം നമുക്ക് ഉണ്ടാവണം. അതിനെ ഫ്രീക്വൻസി എന്നാണ് വിളിക്കുന്നത് എന്നുള്ള ബോധം ഉണ്ടാകും. നല്ലത് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ. നമ്പർ ഓഫ് ഓസിലേഷൻ പെൻഡുലം കംപ്ലീറ്റ് ഇൻ 1 സെക്കൻഡ്, ഒരു സെക്കൻഡിലുള്ള എണ്ണം. അപ്പൊ ഫ്രീക്വൻസി കൂടി എന്താ അതിന്റെ അർത്ഥം എന്ന് അറിയാം പിള്ളേരെ, ശരിക്കും മനസ്സിലാക്കോ. ഫ്രീക്വൻസി കൂടി ഇത് സ്പീഡിൽ പോയി വരാൻ അതിന്റെ അർത്ഥം കണ്ടാ. സ്പീഡിൽ പോയി വരാം ഫ്രീക്വൻസി കൂടി കഴിഞ്ഞാൽ. ടൈം പീരീഡ് കൂടി എന്താ അതിന്റെ അർത്ഥം അറിയോ, ഇവൻ പയ്യെ പോയി വരാന്ന് അതിന്റെ അർത്ഥം. പയ്യെ പോയിട്ട് ഇങ്ങനെ വരാന്ന്. ഫ്രീക്വൻസി കൂടാന്ന് പറഞ്ഞാൽ ഇവൻ സ്പീഡിൽ പോവാന്ന. ഇങ്ങനെ ഒരു ഐഡിയ ഉണ്ടെന്നല്ല കേട്ടാ. ഫ്രീക്വൻസി കൂടാന്ന് പറഞ്ഞാൽ സ്പീഡിൽ പോകുന്നു. സ്പീഡിൽ സൈക്കിൾ എന്നാണ് പറയുന്നത്. പോയി വരുന്നതിനെ ഒന്ന് പോയി വരുന്നതാണ് ഒരു സൈക്കിൾ. സ്പീഡിൽ സൈക്കിൾ ഉണ്ടായിക്കൊണ്ടിരിക്കും കേട്ടോ. പയ്യെ മറ്റേ ടൈം പീരീഡ് കൂടുവാണെങ്കിലോ പിന്നെ ഇങ്ങനെ പയ്യെ പോയി തിരിച്ചു വരും കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് ഇക്വേഷനിലേക്ക് വരാം. എന്താ ഇക്വേഷൻ നമ്മൾ പറഞ്ഞത്? അപ്പൊ നിങ്ങൾ വീഡിയോ പോസ് ചെയ്തിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ നമ്പർ ഓഫ് ഓസിലേഷൻ 1 സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി എഫ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഓസിലേഷൻ ഡിവൈഡഡ് ബൈ ടൈം. നമ്പർ ഓഫ് ഓസിലേഷൻ എത്രയാണ്? 30 ഡിവൈഡഡ് ബൈ ടൈം എത്രയാണ്? 1 മിനിറ്റ്. 1 മിനിറ്റ് ഞാൻ പറഞ്ഞു 60 സെക്കൻഡ് ആണ്. നേരത്തെ നമ്മളൊന്ന് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 3/6 ആണ്. 3/6 വേണമെങ്കിൽ 1/2 ഹെർട്സ് എന്ന് പറയാം. ഡിവൈഡ് ചെയ്ത് നോക്കിയാലും കുഴപ്പമില്ല. 0.5 ഹെർട്സ് എന്ന് എഴുതാം. 0.5 ഹെർട്സ്. അതെന്താ ഇതിന്റെ അർത്ഥം? ഒരു സെക്കൻഡില് ഒരു ഹെർട്സ് പോലും ഉണ്ടാവണില്ല എന്ന് പറഞ്ഞാൽ ഒരു സെക്കൻഡിൽ ഒരു സൈക്കിൾ പോലും ഉണ്ടാവണില്ല എന്ന് അതിന്റെ അർത്ഥം. അതായത് ഒരു സെക്കൻഡിൽ അവൻ പോയിട്ട് തിരിച്ചു വരുന്നില്ല അല്ലെ. അവന് പോയിട്ട് തിരിച്ചു വരണമെങ്കിൽ 2 സെക്കൻഡ് വേണം. അതാണ് അതിന്റെ മീനിങ്. അതിലേക്കൊന്നും പോയില്ലെങ്കിൽ കുഴപ്പമില്ല. ജസ്റ്റ് ഐഡിയ ഉണ്ടാക്കുക കേട്ടോ. ഹാഫ് ഹെഡ്സ് ആണ് ഇവിടെ ആൻസർ ഉള്ളത് കേട്ടോ. 30/60. അപ്പൊ പ്രോബ്ലം തരുമ്പോൾ കൃത്യമായിട്ട് നോക്കണം. ടൈം പീരീഡ് ആണോ ഫ്രീക്വൻസി ആണോ ചോദിച്ചിരിക്കുന്നത് നോക്കുക. അത് കൃത്യമായി ഇക്വേഷനിൽ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, അപ്പൊ ഞാനൊന്ന് ചോദിച്ചോട്ടെ, എന്തായിരിക്കും അപ്പൊ ടൈം പീരീഡും ഫ്രീക്വൻസിയും തമ്മിലുള്ള റിലേഷൻ? അടുത്ത പോയിന്റ് ആയിട്ട് കുറിക്കേണ്ടതാണ്. റിലേഷൻ ബിറ്റ്വീൻ ടൈം പീരീഡ് ആൻഡ് ഫ്രീക്വൻസി. റിലേഷൻ ബിറ്റ്വീൻ ടൈം പീരീഡ് ആൻഡ് ഫ്രീക്വൻസി. ഓക്കെ, അതിന് ഞാൻ ആ ഇക്വേഷൻ വെച്ച് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ടൈം പീരീഡ് എന്താ എഴുതിയേ? ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ ടൈം ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഓസിലേഷൻ. ഫ്രീക്വൻസി എന്താ എഴുതിയേ? നമ്പർ ഓഫ് ഓസിലേഷൻ ഡിവൈഡ് ബൈ ടോട്ടൽ ടൈം. നിങ്ങൾ ഇത് രണ്ടും നോക്കിയിട്ട് എന്തായിരിക്കും ഇവര് തമ്മിലുള്ള റിലേഷൻ? ടിയും എഫും തമ്മിൽ. ടി തിരിച്ചിടുന്നാലേ എഫ് തിരിച്ചിട്ട് അത് ടി ആവൂലേ? ഒന്ന് ആലോചിക്കേ. എഫ് തിരിച്ചിട്ട മീൻസ് എഫിന്റെ ഇക്വേഷനിലുള്ള ടേമുകൾ. n/t തിരിച്ചിട്ട് എന്താ? t/n. t/n തിരിച്ചിട്ട് എന്താ? n/t. കേട്ടോ. അപ്പൊ നമുക്ക് എന്തെന്ന് എഴുതാന്നറിയോ? T is equal to 1/f എന്ന് എഴുതാം. T is equal to 1/f. ടൈം പീരീഡ് is equal to 1/frequency. ഇതാണ് ടൈം പീരീഡും ഫ്രീക്വൻസിയും തമ്മിലുള്ള റിലേഷൻ. ഇതാണ് നിങ്ങളുടെ ആക്ടിവിറ്റി 6. നിങ്ങളുടെ മെറ്റീരിയലിൽ നിങ്ങളുടെ ബുക്കിലുള്ള ആക്ടിവിറ്റി 6 ഇതാണ്. T is equal to 1/f ആണ് ആൻസർ ആയിട്ട് വരിക. ഇനി ഇത് നിങ്ങൾക്ക് ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് അറിയാൻ ചില ക്വസ്റ്റ്യനിൽ ചിലപ്പോൾ ടൈം പീരീഡ് എന്നിട്ട് ഫ്രീക്വൻസി കാണാനോ അല്ലെങ്കിൽ ഫ്രീക്വൻസി എന്നിട്ട് ടൈം പീരീഡ് കാണാനോ പറയും. ഞാനൊരു സാമ്പിൾ ക്വസ്റ്റ്യൻ ഞാൻ തരാം. അതാണ് ആക്ടിവിറ്റി 13. ആക്ടിവിറ്റി 13 നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു ക്വസ്റ്റ്യനില് കണ്ടോ, ഫ്രീക്വൻസി നമുക്ക് തന്നു. ഫ്രീക്വൻസി ഓഫ് പെൻഡുലം ഈസ് ഗിവൺ ആസ് 1 ഹെർട്സ് എന്ന് തന്നു. ഫ്രീക്വൻസി ഈസ് ഗിവൺ ആസ് 1 ഹെർട്സ്. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് വാട്ട് ഈസ് ദ ടൈം പീരീഡ് എന്നാണ്. കണ്ടോ, ഇവിടെ നമ്പർ ഓഫ് ഓസിലേഷനോ ടോട്ടൽ ടൈമോ ഒന്നും പറഞ്ഞിട്ടില്ല. ഫ്രീക്വൻസി എന്നിട്ട് ടൈം പീരീഡ്. അപ്പൊ നമ്മുടെ ഇക്വേഷൻ എന്താ? ഫ്രീക്വൻസി ഈസ് ഈക്വൽ ടു 1/ടൈം പീരിയഡ്. ഇത് തിരിച്ചിട്ടാലും കുഴപ്പമില്ല കേട്ടോ. അവിടെ തന്നെ എഴുതണ്ടായിരുന്നു. ഇത് തിരിച്ചിട്ടാലും ഓക്കെയാണ്. എഫ് ഈസ് ഈക്വൽ ടു 1/t എന്നും പറയാം. ടി എഫിന്റെ റെസിപ്രോക്കൽ ആണെങ്കിൽ എഫ് ടിയുടെ റെസിപ്രോക്കൽ ആയിരിക്കും. എഫ് ഈസ് ഈക്വൽ ടു 1/t. ഓക്കെ, അപ്പൊ ഇവിടെ എന്ത് വരും? 1/t എന്ന് വരും. 1/1 വിച്ച് ഈസ് ഈക്വൽ ടു 1 ഹെർട്സ് എന്ന് വരും. ഓക്കെ അല്ലേ? എഫ് ഈസിക്കൽ ടു 1 ഹെർട്സ് ആണ്. ടി ആണ് ചോദിച്ചേക്കുന്നത്. എഫ് ഈസിക്കൽ ടു 1/t ആണ്. ഇതുപോലെ നേരെ തിരിച്ചും ചോദിക്കാം. നമ്മുടെ ആക്ടിവിറ്റി 14 അതാണ്. ആക്ടിവിറ്റി 14 നോക്കിക്കഴിഞ്ഞാൽ തിരിച്ച് ഓക്കെ, ഇവിടെ എന്താ പറയണെന്ന് നോക്കിയേ. ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ എടുത്ത ടൈം. ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ എടുത്ത ടൈമിന് നമ്മൾ എന്താ പറയുന്നത്? ടൈം പീരിയഡ്. അത് എത്രയാണ്? 0.5. എന്താ ചോദിച്ചേക്കുന്നത്? ഫ്രീക്വൻസി. ഇതല്ലാണ്ട് ചെയ്യാട്ടോ. മറ്റേ നമ്പർ ഓഫ് ഓസിലേഷൻ 1 ടൈം 0.5 അങ്ങനെ എടുത്തും ചെയ്യാം. ടോട്ടൽ ടൈം ആ ഇക്വേഷൻ n/t വെച്ചും ചെയ്യാം. ഞാൻ ഇത് പഠിപ്പിക്കുന്നതുകൊണ്ട് ഞാൻ ഇത് റിലേറ്റഡ് ആക്കിയിട്ട് ചെയ്യുന്നുള്ളൂ കേട്ടോ. അപ്പൊ ടൈം പീരീഡ് എത്രയാണ്? 0.5. ഒരു ഓസിലേഷന് വേണ്ടിയിട്ടുള്ള ടൈമിനെയാണ് ടൈം പീരീഡ് എന്ന് പറയുന്നത്. ഫ്രീക്വൻസി എത്രയാണ്? തന്നിട്ടില്ല. എഫ് കാണാനുള്ള ഇക്വേഷൻ എഫ് ഈസിക്കൽ ടു 1/t. 1/t. ടി എത്രയാ? 0.5. എന്താ ചെയ്യണ്ടേ?
ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഡെസിമൽ വന്നു കഴിഞ്ഞാൽ ഡെസിമലിനെ കളയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഒരു 0 ഉള്ള ഒരു 10ന്റെ പവർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പൊ ഇത് 5 എന്ന് ആയിക്കോളും. താഴെ ചെയ്താൽ മുകളിൽ ചെയ്യണതാണ് റൂള്. അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. അപ്പൊ എന്ത് വരും, 1 × 10 10, 0.5 × 5 5. അപ്പൊ എന്ത് വരും, 2 ഹെഡ്സ് എന്ന് വരും. നിങ്ങൾ അല്ലാണ്ട് ചെയ്താലും 2 ഹെഡ്സ് തന്നെ ആൻസർ കിട്ടും. എങ്ങനെ ചെയ്താലും കുഴപ്പമില്ല. ഇതാണ് ഫ്രീക്വൻസി ടൈം പീരിയഡ് എന്നുള്ള കോൺസെപ്റ്റ്. ഇനി ഒരൊറ്റ കാര്യം കൂടി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ സെഷൻ അവസാനിക്കും. അതാണ് ഫ്രീക്വൻസിയും ലെങ്ത്തും തമ്മിലുള്ള റിലേഷൻ കേട്ടോ. അപ്പോൾ ഇവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു കാര്യം കൂടി നോട്ട് ചെയ്യാവുന്ന, ഫ്രീക്വൻസി ഇൻക്രീസ് ചെയ്താൽ ടൈം പീരീഡ് ഡിക്രീസ് ആവും എന്നുള്ള കാര്യം കൂടി വേണമെങ്കിൽ ഇവിടെ നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. ഫ്രീക്വൻസി ഇൻക്രീസ് ചെയ്താൽ ടൈം പീരീഡ് കുറയും. അതല്ലേ ശരിയല്ലേ? അല്ലെ? ഒരു ഫ്രീക്വൻസി കൂടാന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സ്പീഡ് കൂടാന്ന് അതിന്റെ അർത്ഥം. ഒരാളുടെ ഫ്രീക്വൻസി കൂടാന്ന് എണ്ണം കൂടണമെങ്കിൽ അവൻ പെട്ടെന്ന് ഇവിടുന്ന് പോയി വരില്ല. അപ്പൊ ടൈം പീരീഡ് സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, കുറഞ്ഞു വരും. ഫ്രീക്വൻസി കൂടിയ ടൈം പീരീഡ് കുറയും, ടൈം പീരീഡ് കൂടിയ ഫ്രീക്വൻസി കുറയും. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും റിലേറ്റ് ചെയ്ത് പഠിച്ചു വെച്ചോളൂ കേട്ടോ. നെക്സ്റ്റ് നമ്മൾ അറിയേണ്ടതാണ് റിലേഷൻ ബിറ്റ്വീൻ ലെങ്ത് ആൻഡ് ടൈം പീരീഡ്. റിലേഷൻ ബിറ്റ്വീൻ ലെങ്ത് ആൻഡ് ഫ്രീക്വൻസി എങ്ങനെ കൊടുത്താലും കുഴപ്പമില്ല. ലെങ്ത് ആൻഡ് ഫ്രീക്വൻസി എന്ന് വേണമെങ്കിൽ കൊടുത്തു. ലെങ്ത് ആൻഡ് ഫ്രീക്വൻസി എന്താണ് ലെങ്ത്തും ഫ്രീക്വൻസിയും തമ്മിലുള്ള റിലേഷൻ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ലെങ്ത് കൂടുമ്പോൾ കണ്ടോ, ലെങ്ത് കൂടുമ്പോൾ ശരിക്കും എന്റെ ടൈം പീരീഡിന് എന്താ സംഭവിക്കുന്നത് നോക്കിയേ. ടൈം പീരീഡിന് ഇവൻ പയ്യെ പോകുന്നത് നോക്കിയത് കണ്ടോ. ലെങ്ത് കൂടുമ്പോൾ ഇവൻ പോയി വരാൻ ഒത്തിരി സമയം എടുക്കൂലേ. അപ്പൊ ഇവന് ടൈം പീരീഡ് വളരെ കൂടുതലായിരിക്കും. അപ്പൊ ലെങ്ത് കൂടിയ ടൈം പീരീഡ് കൂടും. ഇനി ലെങ്ത് കുറഞ്ഞ എന്താ കൂടാന്ന് നോക്കിയേ. ലെങ്ത് കുറഞ്ഞു കഴിഞ്ഞാൽ കണ്ടോ ഇവൻ സ്പീഡിൽ പോയി വരുന്നില്ലേ. അപ്പൊ ലെങ്ത് കുറഞ്ഞാൽ ഇവന്റെ ടൈം പീരീഡ് കുറയും. അപ്പൊ എന്ത് കൂടും, ഫ്രീക്വൻസി കൂടും. ഓക്കെ, നിങ്ങളൊരു സെന്റൻസ് ആയിട്ട് ഇതൊന്ന് ഇതിലേക്ക് നോട്ട് ചെയ്ത് വെച്ച് പഠിച്ചാൽ മതി. അതായത് ലെങ്ത് അത്ര ഇമ്പോർട്ടൻസ് ഉള്ളൂ. ലെങ്ത് കൂടിയാൽ ഫ്രീക്വൻസി കുറയും എന്നുള്ള ഒരു ഐഡിയ കേട്ടോ. ലെങ്ത് കൂടിയാൽ ഫ്രീക്വൻസി കുറയും. ഇഫ് ലെങ്ത് ഇൻക്രീസസ്, നേരെ തിരിച്ചു അങ്ങനെയാണ് കേട്ടോ. ലെങ്ത് ഇൻക്രീസ് ആയാൽ ഫ്രീക്വൻസി കുറയും. ടെക്സ്റ്റിലെ ഒരു എക്സ്പെരിമെന്റിലൂടെയാണ് ഇത് പഠിക്കുന്നത്. ഇങ്ങനെ ഒരു ടെക്സ്റ്റില് നോക്കിക്കഴിഞ്ഞാൽ ഒരു ടേബിൾ ഉണ്ട്. ഈ ടേബിൾ കംപ്ലീറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഇത് പറയാം കണ്ടോ. ഒരു പെൻഡുലം, പല സൈസിലുള്ള ഒരു പെൻഡുലം കൊണ്ടുപോയി വെച്ചിട്ട് 5 സെന്റിമീറ്റർ ലെങ്ത്, സ്ട്രിങ്ങിന്റെ ലെങ്ത് ആട്ടോ. സ്ട്രിങ്ങിന്റെ ലെങ്ത് 5 സെന്റിമീറ്റർ, 30 സെന്റിമീറ്റർ. എന്നിട്ട് രണ്ടിലുള്ള ഓസിലേഷന്റെ കൗണ്ട് എടുത്തപ്പോ ലെങ്ത് കുറഞ്ഞാല് 10 ഓസിലേഷന് എത്ര സമയം എടുത്തു, 10 സെക്കൻഡ് എടുത്തു. എന്നാൽ 30 സെന്റിമീറ്റർ ലെങ്ത് ഉള്ളതിന് 10 ഓസിലേഷൻ ചെയ്യാൻ എത്ര സമയം എടുത്തു, 20 സെക്കൻഡ് സമയം എടുത്തു അല്ലെ. എന്നിട്ട് ടൈം പീരീഡ്, ടൈം അറിയാലോ, ടൈമും അറിയാം, നമ്പറും അറിയാം. നമ്പർ ഇവിടെ 10 എന്ന് കൊടുത്തിട്ടുണ്ട്, ടൈം വെച്ചിട്ടുണ്ട്. അവിടുന്ന് പീരീഡും ഫ്രീക്വൻസി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, പീരീഡ് 1, ഫ്രീക്വൻസി 1 കണ്ടാ. ലെങ്ത് കൂടിയപ്പോ എന്താ സംഭവിച്ചെന്ന് നോക്കിയാൽ, ലെങ്ത് 30 ആയപ്പോ പീരീഡ് കൂടി, ഫ്രീക്വൻസി കുറഞ്ഞു കണ്ടാ. ഫ്രീക്വൻസി 1 ന്ന് 0.5 ആയില്ലേ, പീരീഡ് 1 ന്ന് 0.2 ആയില്ലേ. അപ്പൊ ലെങ്ത് കൂടുമ്പോ പീരീഡ് ആണെങ്കിൽ കൂടും, ഫ്രീക്വൻസി കുറയും കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ ഈ റിലേഷൻ ഓർത്തിരുന്നാൽ മതി. ലെങ്ത് കൂടുമ്പോൾ ഫ്രീക്വൻസി കുറയും, നേരെ തിരിച്ച് ലെങ്ത് കുറഞ്ഞാൽ ഫ്രീക്വൻസി കൂടും. ഈ ഒരു ഐഡിയ കൂടി നമുക്ക് ഉണ്ടാവണം കേട്ടോ. വെൻ ലെങ്ത് ഇൻക്രീസസ് ഫ്രീക്വൻസി ഡിക്രീസസ്. ഇത്രയാണ് നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചിരുന്നത്. ഓക്കെ, ബാക്കി നമുക്ക് നെക്സ്റ്റ് പാർട്ടിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.